നമ്മളെ ഹരിപ്പാട് വന്നതാണ്. ഹരിപ്പാട് ഓണമായിട്ട് വന്നതായിരുന്നു. അപ്പം നമ്മുടെ സ്കന്ദൻ ഇവിടെ നിൽപ്പുണ്ട്. സ്കന്ദൻ്റെ വാർത്ത എല്ലാവർക്കും അറിയാമല്ലോ, അപ്പം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്തായാലും സ്കന്ദനെ ഒന്ന് പോയി കാണാൻ വേണ്ടി ചെന്നപ്പം തുറന്നിട്ടിട്ടുണ്ടെന്നെങ്കിലും അങ്ങോട്ട് അവരധികം കയറ്റി വിടുന്നില്ല. എന്തായാലും നടന്ന് നമ്മളിപ്പം ലാസ്റ്റ് സ്കന്ദൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇടഞ്ഞ് പാപ്പാന്മാരെ ആക്രമിച്ച ശേഷം തളച്ചെങ്കിലും സ്കന്ദനെ അവൻ്റെ തറിയിലേക്ക് മാറ്റാനൊന്നും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തറിയോട് അടുത്തുള്ള ഒരു മരത്തിലാണ് സ്കന്ദനെ കെട്ടിയിരിക്കുന്നത്. ഏതൊക്കെയോ പാപ്പാന്മാർ ഇവിടെ ഉണ്ട്. അവർ ചേർന്ന് ആനയ്ക്ക് ഇടയ്ക്കൊക്കെ വന്ന് വെള്ളവും പട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും തന്നെ അവൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റുന്നില്ല. ദൂരെ നിന്ന് വല്ലപ്പോഴുമൊക്കെ വെള്ളവും പുല്ലുമൊക്കെ അവൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ദിവസം കൊണ്ട് തന്നെ ആന ഒരു പരുവമായി. അത്യാവശ്യം നല്ല ക്ഷീണിച്ചാണ് ആന നിൽക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്നിടമെന്ന് പറയുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ വെയിലൊക്കെ കൊള്ളുന്നൊരു സ്ഥലമാണ്. കാരണം ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഗ്രൗണ്ടാണ്. അതിൻ്റെ നടുക്കുള്ളൊരു മരത്തിലാണ് അവനെ പിടിച്ച് കെട്ടിയിരിക്കുന്നത്. അന്ന് അവിടെ തളയ്ക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു. ഇപ്പം നല്ല വെയിൽ കൂടി പൊള്ളുമ്പോഴത്തേക്കും നിന്നിടത്ത് കുഴി ഉണ്ടാക്കിയിട്ട് ആ മണ്ണ് വാരി, പണ്ട് നമ്മുടെ ഏവൂര് കണ്ണൻ നിന്നൊരവസ്ഥയാണ്. കാരണം നിന്നിടം തന്നെ കുഴിച്ച് അവിടുന്ന് മണ്ണ് വാരി മുതുകത്തിട്ട് ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടുവാണ്. പിന്നെ ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറയുവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സ്കന്ദൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇടഞ്ഞു കഴിഞ്ഞ് നമ്മൾ സ്കന്ദൻ്റെ ഫോട്ടോ എടുത്തിട്ടപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു, അനുഭവിക്കട്ടെ ആന, പാപ്പന്മാരെ ചെയ്തിട്ടല്ലേ, ഇനി കുറച്ച് നാൾ ഇങ്ങനെ ഒന്ന് അനുഭവിക്കട്ടെ, അങ്ങനെയെങ്കിലും ആന പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരോടായിട്ട് പറയുവാണ്, ഈ നീര് കഴിഞ്ഞെന്നും പറഞ്ഞിട്ട് ആനയെ അഴിക്കാൻ തീരുമാനിച്ചപ്പം തന്നെ ഇപ്പോൾ പരിക്കേറ്റു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പാപ്പാനുണ്ട്, ഇവൻ്റെ രണ്ടാമൻ. അപ്പം പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഈ ദേവസ്വവും ഡോക്ടർമാരും ഒന്നാം പാപ്പാനും ചേർന്ന് ആനയെ അഴിക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ കൂടെ ചെല്ലാം. പക്ഷേ പുള്ളിയുടെ ജീവന് ഉത്തരവാദിത്വം ഇവർ ഏറ്റെടുത്തുകൊണ്ട് ഒരു പേപ്പറിൽ എഴുതി തരണം, എങ്കിൽ മാത്രമേ പുള്ളി പോകത്തുന്നുള്ളതെന്നൊക്കെ ഉള്ളൊരു ഓഡിയോ ക്ലിപ്പ് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത്, ആനയുടെ നീര് കഴിഞ്ഞെന്ന് ഡോക്ടർമാർ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒന്നാം പാപ്പാനെല്ലാം കൂടെ ചേർന്ന് അഴിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പക്ഷേ ആ സമയത്തും വറ്റുനീരിൻ്റെ ഒരു ആലസ്യത്തിൽ നിന്ന് ആന അങ്ങോട്ട് മാറിയിട്ടില്ലായിരുന്നു. അപ്പം പുള്ളിക്കാരന് നല്ല പേടിയും ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. ആനയുടെ സ്വഭാവം അറിയാവുന്നവർക്ക് എല്ലാവർക്കും തന്നെ അത് അറിയാം. ആന ചാർജ് ചെയ്യും. ആ രീതിയിലാണ് അവൻ എപ്പോഴും പെരുമാറുള്ളത്. കാരണം ഇതിന് കഴിഞ്ഞ വർഷം നമ്മൾ ഈ ദിവസം ചെന്നപ്പം ആന നീരിലായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ ആന ഇടഞ്ഞപ്പോഴിട്ടത് കഴിഞ്ഞ വർഷം അതേ ദിവസം ആനയെ നീരിൽ നിന്ന് അഴിക്കുന്നതിന് 1 ദിവസം മുമ്പത്തെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ആന അത്ര സെറ്റായിട്ടില്ലായിരുന്നു. കാരണം ആന നീരിൻ്റെ ആലസ്യത്തിൽ നിന്ന് മൊത്തമായിട്ട് മാറിയിട്ടില്ലായിരുന്നു. ഒരു രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അന്ന് ഉണ്ടായത് ഒരു വിളിച്ചു വരുത്തിയ ദുരന്തമായിരുന്നു. അതിന് സ്കന്ദനും അതേപോലെ തന്നെ ആ പാപ്പാന്മാരും ഇരയായി. പിന്നെ പാപ്പാന്മാർക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ഇനിയും ആനയെ അവിടെ നിർത്തി ഇതേപോലെ വാട്ടി ഉണക്കി അതിനെ ചട്ടം പഠിപ്പിക്കാമെന്ന് അല്ലെങ്കിൽ മെരുക്കിയെടുക്കാമെന്ന് വിചാരിച്ചാണ് നിർത്തുന്നതെന്നുണ്ടെങ്കിൽ ഹരിപ്പാടുകാരോടും ആനപ്രേമികളായിട്ടുള്ള ആളുകളോടും പറയാം, നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. കാരണം ഈ പരുവത്തിൽ ആന അധിക ദിവസം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ആനയുടെ ആരോഗ്യത്തെ വളരെ നന്നായിട്ട് ബാധിക്കും. എന്തായാലും ദേവസ്വം ഇടപെട്ട് നല്ല ഏതെങ്കിലും പാപ്പാന്മാരെ കൊണ്ടുവന്ന് ആനയെ അഴിച്ച് ആ തറിയിലെങ്കിലും എത്തിക്കണം. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും പറ്റത്തുള്ളായിരിക്കും. ഇപ്പം കൂടുതൽ പാപ്പാന്മാർ അതിന് വില്ലിങ്ങായിട്ട് വരണമെന്നുമില്ല. പക്ഷേ അങ്ങനെ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആനയെ കുറച്ച് കാലം കൂടെ കാണാൻ പറ്റും.